വെൽക്കം ബാക്ക് ടു മോർണിംഗ് കോഫി വിത്ത് ഡോക്ടർ അനീറ്റ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ലൈബ്രറി കളക്ഷൻസിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങൾ നിങ്ങളെ കാണിക്കാനാണ്. അധികമൊന്നുമില്ല, ഒരു 6 പുസ്തകങ്ങളുണ്ടാവും. 6 അല്ലെങ്കിൽ 7 പുസ്തകങ്ങളുണ്ട്. സോ ഇത് ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൈൻഡ് ഡെവലപ്മെൻറ്റിനും പ്രൊഡക്ടിവിറ്റിക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരു 3 പുസ്തകങ്ങളും, അല്ലാണ്ട് നമ്മുടെ മലയാളം ലിറ്ററേച്ചർ സൈഡിലേക്ക് നോക്കുമ്പം വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കുള്ള കുറച്ച് നോവൽ പോലത്തെ പുസ്തകങ്ങളുമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. സോ ഇതിൻ്റെ ഒരു എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്സ് ഒക്കെ കേട്ടിട്ട് ഞാൻ വേണമെങ്കിൽ എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങൾ ഇതേപോലെ നമുക്ക് വീക്ക്ലി വൺസ് ലൈബ്രറി കളക്ഷൻ പോലെ കാണിക്കാം. സോ ഇങ്ങനത്തെ വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതിന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സോ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് അറ്റോമിക് ഹാബിറ്റ്സ് ആണ്. ഞാൻ ആരോടും ഏത് പുസ്തകം വായിക്കണം എന്ന് ചോദിക്കുന്ന എല്ലാ മനുഷ്യനോടും ആദ്യം തന്നെ പറഞ്ഞൊരു പുസ്തകമാണ് അറ്റോമിക് ഹാബിറ്റ്സ്. ഇത് ഞാൻ ഒത്തിരി തവണ റെഫറൻസിനും എല്ലാ കാര്യങ്ങൾക്കും വായിക്കുന്നൊരു പുസ്തകമാണ്. സോ ഗുഡ്. ഇത് ഒരു അഫോർഡബിൾ പ്രൈസ് ആണ്, പക്ഷേ ഇപ്പം നമുക്കിത് വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രശ്നമില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലോ നിങ്ങളുടെ കോളേജ് ലൈബ്രറിയിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് വായിക്കണം. ഇത് ഞാൻ നിങ്ങളോട് ഒരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞാണ്, ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് വായിക്കണം. ഇത് എന്തൊക്കെ കാര്യങ്ങളാണെന്നൊക്കെയുള്ളത് ഞാനൊരു ഷോർട്സ് ആയിട്ട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ റിവ്യൂ വേണ്ട ആൾക്കാർ ആ ഷോർട്സ് കണ്ടാൽ മതി കേട്ടോ. പ്രധാനമായിട്ടും നമ്മുടെ ലൈഫിലത്തെ നമ്മൾ ഫോളോ ചെയ്ത ടൈനി ഹാബിറ്റ്സ് എങ്ങനെ നമ്മുടെ ലൈഫിൽ സക്സസ് കൊണ്ടിരുന്നു എന്നതാണ് ഈ ബുക്ക് കാണിക്കുന്നത്. സോ നെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇതൊരു ഇംഗ്ലീഷ് ബുക്കാണ്. ഞാൻ അധികം ഇംഗ്ലീഷ് ബുക്ക്സ് വായിക്കുന്ന ഒരാളല്ല. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ബുക്കാണ്. ഇതെന്ന് പറയുന്നത് മെൻ ആർ ഫ്രം മാർസ് വുമൺ ആർ ഫ്രം വീനസ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഇത് നമ്മുടെ ലൈഫിലത്തെ റിലേഷൻഷിപ്സ്, പ്രത്യേകിച്ച് ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു പുസ്തകമാണ്. ഇതും നിങ്ങൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് വായിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് ഷെയർ ചെയ്ത് വായിക്കണം. ഒരുപാട് കാര്യങ്ങളാണ്. അതായത് ഒരു പുരുഷനും സ്ത്രീയും എന്ന് പറയുന്നത് ഒരേ സ്വഭാവത്തിലുള്ള ആളുകളല്ലല്ലോ. അവർ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളെന്നല്ല, നല്ല വ്യത്യാസങ്ങളുണ്ടാവും അവർ തമ്മിൽ, അല്ലേ? അപ്പം അവർ തമ്മിലുള്ള വ്യത്യാസങ്ങളെ എങ്ങനെ നമുക്ക് ലൈഫിൽ ഒന്ന് കോപ്പപ്പ് ഒക്കെ ചെയ്ത് പോകാൻ പറ്റും, എങ്ങനെ നമുക്ക് റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈഫിൽ കൊണ്ടുപോകാൻ പറ്റും എന്ന് കാണിക്കുന്നൊരു പുസ്തകമാണ് ഇതാട്ടോ. ഇത് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് വായിക്കണം കേട്ടോ. സോ നെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഡോക്ടർ ജോസഫ് മർഫിയുടെ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്ന പുസ്തകമാണ്. ഇത് നമ്മുടെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ മലയാളം എഡിഷനാണ്. എൻ്റെ കയ്യിൽ ഉണ്ടാകുന്നത് കൂടുതലും മലയാളം എഡിഷൻസ് ആണ്. കാരണം എനിക്ക് വായിക്കാൻ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും എൻ്റെ മനസ്സിലോട്ട് നന്നായിട്ട് കയറുന്നത് മലയാള പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ്. കുറച്ചും കൂടെ എനിക്കൊരു ആ ഒരു ഫീലോട് കൂടെ വായിക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് ഇത് മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ ഇതിൻ്റെ എഡിഷൻസ് ഉണ്ട്. ഇതും ഞാൻ നമ്മുടെ ചാനലിൽ ഷോർട്സ് ആയിട്ട് ഇതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതൊന്ന് കണ്ടതിന് ശേഷം വായിക്കണം കേട്ടോ. ഇത് ഇങ്ങനെ കട്ടിയുള്ള ഒരു പുസ്തകമാണ്. നമ്മുടെ അറ്റോമിക് ഹാബിറ്റ്സ് പോലെ തന്നെ അത്യാവശ്യം കട്ടിയുള്ള പുസ്തകമാണ്. പക്ഷേ ഇത് പെട്ടെന്ന് വായിച്ചാൽ തീരും. സോ ഇത് ഭയങ്കര നല്ല പുസ്തകമാണ് കേട്ടോ. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് റെഫർ ചെയ്തിട്ട് ഞാൻ വായിച്ചൊരു പുസ്തകമാണ്. നല്ല ബുക്കാണ്. ആൾ എന്നോട് റെഫർ ചെയ്തിട്ട് വായിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ച പുസ്തകമാണ്. സോ ഗുഡ്. അത് വായിച്ചാലേ നമുക്കതിൻ്റെ ഇത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങളിതൊന്ന് വായിച്ച് നോക്കണം കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ പുസ്തകങ്ങളാണ്. ഞാൻ എവിടെ കണ്ടാലും, ഒരു ബുക്ക് സ്റ്റോൾ കണ്ടാലോ അല്ലെങ്കിൽ ഒരു പുസ്തകമേള കണ്ടാലോ ഓടിച്ചെന്ന് ഏതെങ്കിലുമൊക്കെ ഒത്തിരി കട്ടിയുള്ള പുസ്തകങ്ങളെക്കാളും എനിക്ക് വായിക്കാൻ ഇഷ്ടം കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങളാണ്. എസ്പെഷ്യലി നോവൽസാണ് ഞാൻ ഉദ്ദേശിച്ചത്. നോവൽസ്, ഇങ്ങനത്തെ പുസ്തകങ്ങളല്ല. നോവൽസ് നമുക്ക് പെട്ടെന്ന് വായിച്ച് തീർക്കാനും അതിൻ്റെ എൻഡിലോട്ടൊക്കെ എന്താ നടക്കുന്നതെന്നൊക്കെ അറിയാനും എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് അങ്ങനത്തെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ വളരെ കുറച്ച് പുസ്തകങ്ങൾ, അത് വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ വലിയ കട്ടി പുസ്തകങ്ങളുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനത്തെ കുഞ്ഞി പുസ്തകങ്ങളാണ്. സോ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ആസ്ക് മീ എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഏഞ്ചൽ ഷാജി എഴുതിയൊരു പുസ്തകമാണ്. എൻ്റെ കയ്യിലുള്ളത് 5ാം പതിപ്പാണ്. ഇതൊരു സിനിമാറ്റിക് നോവലാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
എന്താ ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് തരുന്ന പുസ്തകങ്ങളാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ പുസ്തകങ്ങളാണ്. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഒരു ഒരു സിനിമ കണ്ട് തീർക്കുന്ന എഫക്റ്റിൽ നമുക്ക് വായിച്ച് തീർക്കാൻ പറ്റുന്നൊരു പുസ്തകമാണ്. സോ ഗുഡ്. നല്ല ഒരു റൈറ്റിംഗ് സ്റ്റൈലും നമുക്ക് നല്ല, അതായത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയേക്കുന്നതും. പിന്നെയെന്ന് വെച്ചാൽ സിനിമാറ്റിക് നോവൽസിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം, അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഇത് മനസ്സിലാകും. അല്ലാത്തവർക്കും വായിക്കാം. ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന സിനിമാറ്റിക് നോവൽ ഇതാണ്. സോ ഗുഡ്. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളിതൊന്ന് വായിച്ചിട്ട് ഇതിനകത്തുള്ള ഇതെന്ന് വെച്ചാൽ മെയിനായിട്ടും ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു 2 പേരിങ്ങനെ കാണുന്നതും സംസാരിക്കുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. അടുത്തത് എൻ്റെ ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് നോവൽ എന്ന് തന്നെ പറയാം. ഇത് എത്ര പേര് നിങ്ങൾ വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതറിയാമെന്ന് എനിക്കറിയത്തില്ല. ജിസ്മ ഫൈസ് എന്ന് പറയുന്ന ഒരു ഓഥറിൻ്റെ ജീവിച്ചിരിക്കെ മരിച്ച മനുഷ്യർ എന്ന് പറയുന്നൊരു പുസ്തകമാണ്. ഇത് വായിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ ഈ മാമിൻ്റെ, ജിസ്മ ഫൈസ് മാമിൻ്റെ വേറൊരു പുസ്തകം കൂടിയുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. ഒന്നും പറയാനില്ല. അത്രയ്ക്കും നമ്മുടെ ഇമോഷൻസിനെ ഇങ്ങനെ പിടിച്ചിരുത്തി നിങ്ങൾ വായിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളിത് വായിക്കണം. 10 out of 10. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ് ഇത്. കുറച്ചും കൂടി ഒരു റൊമാൻറ്റിക് സൈഡൊക്കെയുള്ള അങ്ങനത്തെ ഒരു പുസ്തകമാണ്. നിങ്ങളെല്ലാവരും വായിക്കണം. സോ ഇത് ഞാൻ വാങ്ങിച്ച പുസ്തകം തന്നെയാണ്. ആമസോണിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഞാൻ എൻ്റെ ഇപ്പോൾ ബുക്ക് സ്റ്റാൾസ് അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ആമസോണിൽ നിന്നാണ് ബുക്കുകൾ വാങ്ങിക്കുന്നത് കേട്ടോ. സോ ഇത് നിങ്ങൾ എല്ലാവരും വായിക്കണം. എൻ്റെ അത്രയും നല്ലൊരു സജഷനാണ് ഈ പുസ്തകം. ഇനി നമുക്ക് 2 പുസ്തകം കൂടിയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട് ഇന്ന്. അത് ഞാൻ വേഗം ഒന്ന് പറയാം കേട്ടോ. അതിൽ ഞാൻ ഇത് ബെസ്റ്റ് സെല്ലർ എന്ന് കണ്ടിട്ട് മേടിച്ചൊരു പുസ്തകമാണ് ലില്ലിപ്പൂക്കളുടെ ഓർമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് വിജി എന്ന് പറയുന്ന ഓഥറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇപ്പം ഞാൻ നേരത്തെ ജിസ്മ ഫൈസ് മാമിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വളരെ ഇൻസ്റ്റഗ്രാമിനകത്തൊക്കെ ഒത്തിരി എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരു ഓഥറാണ്. ഇത് നോവലല്ല, ഇത് ചെറുകഥകളുടെ ഒരു സമാഹാരമാണ് ഈ പുസ്തകം. അപ്പോൾ ഇനിയിപ്പോൾ നോവൽ വായിക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ചെറുകഥകളോടാണ് താല്പര്യം, പെട്ടെന്ന് തീരണം, ഞാൻ വായിച്ച് പെട്ടെന്ന് തീരണം എന്ന് ആഗ്രഹമുള്ളവർക്ക് യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. നല്ല പുസ്തകമാണ്. എന്താ പറയുക, അഫോർഡബിൾ പ്രൈസാണ്. കുഞ്ഞു പുസ്തകമാണ്, വേഗം തീരും. എല്ലാവർക്കും മനസ്സിലാവുന്ന സാധാരണ ഭാഷയിൽ നല്ല ഭംഗിയായിട്ട് എഴുതിയൊരു പുസ്തകമാണ് കേട്ടോ. ആൻഡ് ഇത് ഞാൻ അവസാനത്തോട്ട് വെച്ചെന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മളിൽ ഒത്തിരി പേര് വായിച്ച ഒരു പുസ്തകമായിരിക്കും. ആനി വള്ളിക്കാപ്പൻ എന്ന് പറയുന്ന ഓഥറിൻ്റെ കാവൽക്കാരി എന്ന് പറയുന്ന പുസ്തകം. ഇതാണ് എൻ്റെ ലേറ്റസ്റ്റ് കറണ്ട് റീഡിങ് എന്ന് പറയുന്ന പുസ്തകം. ഞാൻ വായിച്ച് കഴിഞ്ഞു. എൻ്റെ ലാസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തൊരു പുസ്തകമാണിത്. ഞാനിത് ഒത്തിരിയായിട്ട് വായിക്കണം എന്നിങ്ങനെ ആഗ്രഹിച്ച് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു പുസ്തകമാണ്. ഇതിലൊരു ക്യാരക്ടറുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, നിങ്ങളതൊന്ന് വായിക്കണം. നമ്മളെ ആ ക്യാരക്ടർ ഒരു 10-15 വർഷം പുറകിലോട്ട് എത്തിക്കും. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഓർമ്മകളുടെ ഒരു കടലിലോട്ട് നമ്മളെ അങ്ങോട്ട് ഇട്ടിട്ട് അത്രയും നന്നായിട്ട് ആനി മാം ഇത് എഴുതിയിട്ടുണ്ട്. ഇത് വളരെ നല്ല പുസ്തകമാണ്. ഞാനെൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇതിൻ്റെയൊക്കെ റിവ്യൂസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കാവൽക്കാരിയുടേതും അതേപോലെ തന്നെ അതിനകത്തുള്ള 2-3 പുസ്തകങ്ങളുടെയൊക്കെ റിവ്യൂസ് ഞാനെൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഇങ്ക്ഡ് ബൈ അനീറ്റ എന്നാണ് കേട്ടോ നമ്മുടെ പേജിൻ്റെ പേര്. റിവ്യൂസ് വായിക്കണം എന്നുള്ളവർക്ക് നിങ്ങൾക്ക് അവിടെ വായിക്കാം. അല്ലാത്തവർക്ക് ഇത് മേടിച്ച് നിങ്ങൾ വായിക്കണം. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി നമ്മളെ ഒരുപാട് ഗൃഹാതുര സ്മരണകളിലോട്ടൊക്കെ കൊണ്ടുപോകുന്നൊരു പുസ്തകമാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ് ഈ പുസ്തകത്തിന്. കുഞ്ഞു പുസ്തകമാണ്. നമ്മൾ വിചാരിച്ചാൽ വേണമെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസം കൊണ്ട് ഇത് തീരും. സോ എല്ലാവരും ഈ ഒരു പുസ്തകം മേടിച്ച് വായിക്കണം കേട്ടോ. സോ ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ ബുക്ക് റിവ്യൂ അല്ലെങ്കിൽ എൻ്റെ ലൈബ്രറി കളക്ഷൻസ് കഴിഞ്ഞു. എൻ്റെ കയ്യിൽ ഒത്തിരി പുസ്തകങ്ങളുണ്ട്. ഞാൻ എല്ലാം കൂടി എടുത്താൽ ഈ വീഡിയോ വളരെ വലുതാവും, അല്ലെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ ഇതെങ്ങനെയാണെന്ന് ഞാൻ നോക്കട്ടെ, ഇതിൻ്റെ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ
നിങ്ങൾക്ക് എങ്ങനത്തെ പുസ്തകങ്ങളാണ് കേൾക്കാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ ആ പുസ്തകങ്ങൾ ആദ്യം ഞാൻ വായിച്ചിട്ട് അതിൻ്റെ റിവ്യൂ പറയാം. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നാളെ കാണാം. അപ്പോൾ ശരി, ബൈ.